എൻ വിജയന്റെ ആത്മഹത്യയിൽ അന്വേഷണം കെ.പി.സി.സി അധ്യക്ഷൻ സുധാകരനിലേക്ക് നീളുകയാണ്. പാർട്ടിക്കുള്ളിലും സതീശൻ സുധാകരനെതിരെ പടപ്പുറപ്പാട് തുടങ്ങി. സുധാകരൻ അധ്യക്ഷസ്ഥാനം ഒഴിയണമെന്നൊരു വിഭാഗവും സതീശന്റെ ഏകാധിപത്യ പ്രവണതകൾ അനുവദിക്കില്ലെന്ന് മറുവിഭാഗവും. സതീശനെ തഴഞ്ഞ് ലീഗും മാരാമൺ കൺവെൻഷനും. ചുരുക്കത്തിൽ കൂട്ടക്കുഴപ്പത്തിലാണ് കോൺഗ്രസ്. UGCയുടെ വിവാദ കരട് നിർദ്ദേശങ്ങൾക്കെതിരെ സംസ്ഥാന നിയമസഭ പ്രമേയം പാസാക്കി. ദേശീയ തലത്തിൽ തന്നെ കേന്ദ്രത്തിനെതിരെ പോർമുഖം തുറക്കുകയാണ്. ഈവനിംഗ് ഡിബേറ്റിൽ ഇന്ന് ഈ 4 വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യം എൻ വിജയൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു റിപ്പോർട്ടാണ്. അതിൽ എൻ വിജയനെ കൊന്നതാണ് കോൺഗ്രസ് എന്നുള്ള ആരോപണം ശക്തമായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കെ സുധാകരൻ്റെ പങ്ക് കൂടി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. വയനാട് DCC ട്രഷറർ എൻ വിജയൻ്റെ മരണത്തിൽ KPCC പ്രസിഡന്റിലേക്കും അന്വേഷണം നീളുകയാണ്. കെ സുധാകരനെ ഉടൻ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. മരണത്തിന് മുൻപ് 2022 ആത്മഹത്യയെക്കുറിച്ചും പണമിടപാടുകൾ സംബന്ധിച്ചും എൻ വിജയൻ കത്തെഴുതിയിരുന്നു. ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സുധാകരനെ പോലീസ് ചോദ്യം ചെയ്യുക. അതേസമയം DCC പ്രസിഡന്റ് ND അപ്പച്ചൻ്റെയും KK ഗോപിനാഥൻ്റെയും ചോദ്യം ചെയ്യൽ 2ാം ദിനവും തുടരുകയാണ്. എൻ വിജയന്റെയും മകന്റെയും മരണത്തിനു ശേഷം പുറത്തുവന്ന ആത്മഹത്യാക്കുറിപ്പിനും കത്തുകൾക്കും പുറമെ എൻ വിജയൻ എഴുതിയ മറ്റൊരു കത്ത് പോലീസിന്റെ കയ്യിലുണ്ട്. കത്ത് KPCC പ്രസിഡന്റിനുള്ളതാണ്. അർബൻ ബാങ്കിലെ നിയമന ഇടപാടുകൾ, ബാങ്കിൽ നിന്ന് മകനെ പിരിച്ചുവിട്ട് മറ്റൊരാളെ നിയമിക്കാൻ നടത്തിയ ശ്രമം തുടങ്ങിയവ വിശദീകരിക്കുന്ന കത്തിൽ ആത്മഹത്യയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന വിവരങ്ങളുമുണ്ട്. ഈ കത്ത് ലഭിക്കുമ്പോൾ താൻ ജീവനോടെ ഉണ്ടാവില്ല എന്നാണ് ഈ കത്തിലെ പ്രധാന പരാമർശം. നേതാക്കൾ നടത്തിയ വൻ സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല, എൻ വിജയൻ ആത്മഹത്യ ചെയ്തേക്കുമെന്ന വിവരവും കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാമായിരുന്നു എന്നാണ് പുതിയ വിവരങ്ങളിലൂടെ വ്യക്തമാവുന്നത്. ഈ കത്തിനു ശേഷവും നടപടി കാത്തിരുന്ന എൻ വിജയൻ നിരാശനാവുകയായിരുന്നു. പിന്നീടാണ് മരണത്തിനു ശേഷമെങ്കിലും നടപടി ആവശ്യപ്പെട്ട് കത്തെഴുതി വെക്കുന്നത്. അതിക്രൂര അവഗണനയാണ് എൻ വിജയൻ നേരിട്ടത്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കെ സുധാകരനെ പോലീസ് ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. കത്ത് ലഭിച്ചിട്ടുണ്ടോ തുടങ്ങി വിശദാംശങ്ങൾ പോലീസ് തേടും. മറ്റു കത്തുകളിലെ അനുബന്ധ സംഭവങ്ങളിലും ചോദ്യം ചെയ്യും. അതേസമയം ഇന്നും DCC പ്രസിഡന്റ് ND അപ്പച്ചനും KK ഗോപിനാഥനും അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജരായി. ഇന്നലെ ഗോപിനാഥന്റെ വീട് പോലീസ് റെയ്ഡ് ചെയ്ത് വിവിധ രേഖകൾ കണ്ടെത്തിയിരുന്നു. വൈകിട്ട് 5 വരെ ചോദ്യം ചെയ്യൽ തുടരും. നാളെയോടെ ഇവരുടെ സമയബന്ധിത കസ്റ്റഡി അവസാനിക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയും ചെയ്യും. വ്യാഴം മുതൽ ശനി വരെയാണ് ആത്മഹത്യാ പ്രേരണ കേസിലെ 1ാം പ്രതി IC ബാലകൃഷ്ണൻ MLA കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുക. അനൂപ് KR, കൈരളി ന്യൂസ്, വയനാട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനൂപ് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. അനൂപ്, ഈ എൻ വിജയന്റെ ആത്മഹത്യയും അതിനെ തുടർന്ന് IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ, ഈ 3 പേരിലേക്ക് അന്വേഷണം, അല്ലെങ്കിൽ വയനാട്ടിലെ പ്രബലരായ കോൺഗ്രസ് നേതാക്കളിൽ മാത്രം അന്വേഷണം ഒതുങ്ങുമെന്നായിരുന്നു ആദ്യഘട്ടത്തിലുള്ള സൂചനകൾ. പക്ഷേ ഇവിടെ ഈ കേസിൻ്റെ വ്യാപ്തി വർദ്ധിക്കുകയാണ്. കെ സുധാകരൻ അറിയാമായിരുന്നു എൻ വിജയൻ വല്ലാത്ത കുഴപ്പത്തിലാണ്. വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളടക്കം പണം വാങ്ങി നിയമനക്കോഴ നടത്തിയിട്ട് ആ പണം തിരികെ കൊടുക്കാത്ത സാഹചര്യത്തിൽ, ആ വന്ധ്യവയോധികൻ്റെ വീട് വളയുന്ന സാഹചര്യത്തിൽ ആത്മഹത്യ അല്ലാതെ മറ്റു മാർഗമില്ലെന്ന് സുധാകരനെ അറിയിച്ചിരുന്നു. സുധാകരൻ അറിയാവുന്ന 2 കാര്യങ്ങൾ: ഒന്ന്, വയനാട്ടിൽ വ്യാപകമായി കോൺഗ്രസ് നേതാക്കൾ IC ബാലകൃഷ്ണനും ND അപ്പച്ചനും KK ഗോപിനാഥനും വലിയ തരത്തിൽ പണപ്പിരിവ് നടത്തി. ആ പണപ്പിരിവ് നടത്തിയിട്ട് നിയമനം നൽകിയില്ല, എൻ വിജയനെ ബലിയാടാക്കി. ഒപ്പം തന്നെ വിശ്വസിച്ചിരുന്ന കെ സുധാകരൻ തന്നെ ചതിക്കുന്ന തരത്തിലേക്ക് സുധാകരന് കൃത്യമായി കത്തിലൂടെ പറഞ്ഞിരുന്നു ആത്മഹത്യ അല്ലാതെ മറ്റു മാർഗമില്ല. കുരുക്കിലാവുകയാണ് സുധാകരൻ. അനൂപ്, ഇതുവരെ വയനാട് DCCക്ക് മാത്രമാണ് ഈ സ്മരണവും അതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക കോഴ ഇടപാടുകൾ എന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ KPCC നേതൃത്വത്തിന് നേരത്തെ തന്നെ ഇതിന്റെ വിശദ വിവരങ്ങൾ അറിയാമായിരുന്നു. പ്രത്യേകിച്ച് ഈ സാമ്പത്തിക പണമിടപാടുകൾ, അതിനൊപ്പം തന്നെ ഈ ആത്മഹത്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നുള്ളതാണ് ഈ പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് ഈ എൻ വിജയന്റെയും മകന്റെയും മരണത്തിന് ശേഷമാണ് ആത്മഹത്യാ കുറിപ്പുകൾ പുറത്തു വന്നത്. 10 ദിവസത്തിന് ശേഷം അത് നേതൃത്വത്തിന് കൊടുക്കാൻ എൻ വിജയൻ നിർദ്ദേശിച്ചത് പ്രകാരം മക്കൾ ആ വിധത്തിൽ കൊടുക്കുകയും മകൻ ആ വിധത്തിൽ കൊടുക്കുകയും പിന്നീട് അതിന്മേൽ നടപടിയോ മറ്റു പരാമർശങ്ങളോ പ്രതികരണങ്ങളോ ഇല്ലാത്ത സ്ഥിതിക്കാണ് ആ കത്തും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമെല്ലാം പുറത്തു വരുന്നത്. ഏതായാലും 10 ദിവസങ്ങൾക്ക് ശേഷം ആ കത്ത് നേതൃത്വത്തിന് കൊടുക്കണമെന്നായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സംഭവങ്ങൾ ഉണ്ടായത്. എന്നാൽ അതിനു മുൻപ്
മുൻപും ആത്മഹത്യാക്കുറിപ്പ് പോലുള്ള ഒരു കത്ത് നേരത്തെ 2022 KPCC പ്രസിഡന്റിന് നൽകിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പുറത്തു വരുന്നത്. പോലീസിന്റെ പക്കൽ ഈ കത്തുണ്ട്. പോലീസ് ഈ കത്തിന്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുകയാണ്. കത്ത് KPCC പ്രസിഡന്റിന് നേരിട്ട് എഴുതിയിട്ടുള്ളതാണ്. അർബൻ ബാങ്കിലെ നിയമന ഇടപാടുകൾ, അതോടൊപ്പം ബാങ്കിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇളയ മകൻ ജിജേഷിനെ പിരിച്ചുവിട്ട് മറ്റൊരാളെ നിയമിക്കാൻ IC ബാലകൃഷ്ണൻ ശുപാർശ നൽകിയ സംഭവം ഉൾപ്പെടെ ആ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. ആ സംഭവങ്ങളിൽ തനിക്ക് വലിയ വിഷമമുണ്ടെന്നും ഈ പണം തിരികെ നൽകാൻ പറ്റാത്ത സാഹചര്യമാണെന്നെല്ലാം ആ കത്തിൽ പറയുന്നുണ്ട്. ഏതായാലും അതെല്ലാമായിരുന്നു ആ കത്തിലെ പ്രധാന പരാമർശം. നേതാക്കൾ നടത്തിയ വൻ സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല, എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തേക്കുമെന്ന വിവരവും കോൺഗ്രസ് നേതൃത്വത്തിന്, പ്രത്യേകിച്ച് KPCC പ്രസിഡന്റിന് അറിയാമായിരുന്നു എന്നാണ് ആ വിവരം, അല്ലെങ്കിൽ ഈ പുതിയ വിവരത്തിലൂടെ വ്യക്തമാവുന്നത്. ഈ കത്തിന് ശേഷവും അദ്ദേഹം ദീർഘകാലം ഈ ഒരു മറുപടിക്കായി കാത്തിരുന്നു. എന്നാൽ ആ മറുപടി ലഭിച്ചില്ല. ഒരു അനുകൂല സമീപനവും നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായില്ല. പിന്നീടാണ് മരണത്തിന് ശേഷമെങ്കിലും ഒരു നടപടി എടുക്കട്ടെ എന്ന ഉദ്ദേശത്തിൽ അദ്ദേഹം കത്ത് എഴുതി വെക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നതും. മകന് വിഷം നൽകി കൊന്നതിന് ശേഷമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന ദാരുണമായ സംഭവം ഉണ്ടായത്. ഏതായാലും ഈ സംഭവത്തിൽ നിന്ന് സംസ്ഥാന നേതൃത്വത്തിന് ഒട്ടും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് പുറത്തു വരുന്നത്. ഈ കത്തിൽ പ്രധാനമായും പരാമർശിക്കുന്നത് മരണത്തിന് മുൻപ് തന്നെ കത്ത് K.സുധാകരൻ നൽകി എന്നുള്ളതാണ്. ഈ സംഭവത്തിലാണ് K.സുധാകരനെ പോലീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഈ കത്ത് ഒരു ഡ്രാഫ്റ്റ് രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. അത് K.സുധാകരൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വിവരങ്ങളെ കുറിച്ചെല്ലാം അദ്ദേഹത്തിന് കാര്യമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അറിഞ്ഞ സാഹചര്യമുണ്ട്. അതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഈ കത്തിലെ വിവരങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ ഇനിയുള്ള ലക്ഷ്യം. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണത്തിന്റെ ഭാഗമായി എൻ.എം. വിജയന്റെ ഈ കത്തുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളിൽ ഈ KPCC പ്രസിഡന്റ് K.സുധാകരനെയും പോലീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. ഏതായാലും അന്വേഷണത്തിന്റെ ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് ആ വിധത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്.